ശോഭ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു എൻ്റെ കൊച്ചുമോക്കൊരു പട്ടുപാവാട തയ്ക്കുന്നതാണ്, ഓണക്കോടി തയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അത് ഞാൻ ഇപ്പോൾ 1 മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത്. എനിക്ക് അവൾക്ക് ഒരു 18 ഇഞ്ച് ഇറക്കം മതി. അപ്പോൾ അതിന് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ആ 1 മീറ്റർ തുണിയെ ഇങ്ങനെ അളവ് എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. 1 മീറ്റർ തുണിയെ രണ്ടായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത്. ഇതിൽ ഓരോരുത്തരുടെ ഇറക്കം കണക്കാക്കിയില്ലേക്കണം, അതെങ്ങനെയാണ് തയ്ക്കണതെന്ന് ഞാൻ കാണിച്ചു തരും. തയ്ച്ച് തുടങ്ങാം. ഇതിപ്പോൾ ഞാൻ 1 മീറ്റർ തുണി രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഞാനൊരു പാവാട തയ്ക്കണം. പട്ടുപാവാട കൊച്ചിന് 3.5 വയസ്സായവർക്ക് തയ്ക്കുന്ന പാവാടയാണ്. ഇങ്ങനെയൊന്ന് കാണിക്കാം. ആദ്യം രണ്ടായിട്ടാണ് കട്ട് ചെയ്ത് രണ്ട് തുണ്ടും കൂടെ ചേർത്ത് തയ്ക്കാം. രണ്ട് തുണ്ടും കൂടെ ചേർത്ത് എന്നിട്ട് ഇതിൻ്റെ ഒരു തുമ്പ് ആദ്യം നമ്മൾ തയ്ച്ച് തുടങ്ങണം. ഒരു തുമ്പ് ഇങ്ങനെ അല്പം മടക്കി തയ്ക്കണം. ഒരു മടക്ക് മടക്കി ഓപ്പൺ ഇടാൻ മടക്കി തയ്ക്കണം. ഓപ്പൺ ഇടാൻ വേണ്ടിയിട്ട് തയ്ക്കണം. എന്നിട്ട് നമ്മൾ ഞൊറിയിട്ട് തുടങ്ങാം. നമുക്ക് 1 ഇഞ്ച് കണക്കാക്കിയുള്ള ഒരു പട്ട അറിയില്ലാത്തവർക്ക് അളന്നങ്ങ് എടുക്കാം. കയ്യിൽ അറിയാമെന്നുള്ളവർക്ക് അളക്കേണ്ട ആവശ്യമില്ല. 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് കണക്കാക്കിയേക്കാം. എത്ര അളവിൽ വേണമെന്നുള്ള അവരവരെ ഇഷ്ടമാണ്. ഒരു ഞൊറി അങ്ങ് എടുത്തിട്ട് ഊരി നടുക്ക് കൊണ്ടുവന്ന് നിർത്തണം. നിർത്തിയ ശേഷം രണ്ടാമത്തത് ആദ്യം എടുത്തതിൻ്റെ അതേ കണക്കിനുള്ള എടുത്ത് അകത്തോട്ട് ഇങ്ങനെ മടക്കി അകത്തോട്ട് വെക്കും. എങ്കിലേ ഞൊറി നല്ല ഭംഗിയായിട്ട് കിടക്കുള്ളൂ. അത് വെച്ച് അടുത്തതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് നിർത്താം. നിർത്തിയ ശേഷം വീണ്ടും നമ്മൾ എല്ലാ ഞൊറിയും ഒരേ കണക്കിനെടുക്കണം. അത് ആദ്യമായിട്ട് ചെയ്യണവർ ടേപ്പ് വെച്ച് തന്നെ അളന്ന് എല്ലാം 1 ഇഞ്ചാ 1.5 ഇഞ്ച് 2 ഇഞ്ചാണെന്ന് കണക്കിൽ എടുത്ത് തന്നെ തയ്ക്കണം. എടുത്ത് അടുത്ത കൊണ്ടുവന്ന് അതേ എല്ലാം ഒരേപോലെ ഇരിക്കണം. എങ്കിലേ പാവാട ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. വലുതും ചെറുതും ആവാതെ തയ്ക്കണം. എനിക്ക് ഓണത്തിൻ്റെ തയ്യലായത് തിരക്കായതുകൊണ്ട് നേരത്തെ കൊച്ചുമോക്ക് പാവാട തയ്ക്കാൻ ഒത്തില്ല. ഓണം കഴിഞ്ഞാൽ ഇതുപോലെ തയ്ക്കണം. ഇതുപോലെ തയ്ച്ചിട്ട് വണ്ണം നോക്കണം. വണ്ണം എത്ര? എനിക്കിതിൽ 20 ഇഞ്ച് വണ്ണം മതി. 20 കുറിയെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ചേർത്ത് തയ്ക്കാം. ചേർത്തിരിക്കണം. നല്ല ദശ അകത്തോട്ടാക്കിയിട്ട് ഇങ്ങനെ ഈ ഉളുമ്പും രണ്ടിൻ്റെ ഉളുമ്പ് സൈഡ് അടിച്ച ശേഷം ഈ ഉളുമ്പിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ചേർത്ത് വയ്ക്കണം. പാവാട തയ്ക്കുമ്പം
അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല. കാര്യം ഇറക്കം പലർക്കും പല കണക്കായിരിക്കും. ഇറക്കാൻ കൊച്ചുങ്ങൾക്കും വലിയവർക്കൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ വണ്ണം ആയാലും പല അളവാണ്. അതുകൊണ്ട് അളവ് നോക്കിയേ എടുത്ത് തയ്ക്കാൻ പോലെ. ഇതിപ്പം എനിക്ക് നോക്കി 20 ഇറക്കം മതി. 20 ഇറക്കവും 20 വണ്ണം വേണ്ടതാണ്. 1 മീറ്റർ കൂടി 2ആയിട്ട് കട്ട് ചെയ്ത് ആണ് ഞാൻ 40 ഇഞ്ച് വീതിയുള്ള തുണിയായിരുന്നു. അതിന് 2ആയിട്ട് കട്ട് ചെയ്ത് ആണ് മുറിയെടുക്കുക. ബ്ലൗസിൽ ഇനി പാവടയ്ക്ക് പട്ട തയ്ക്കാനായിട്ട് ഇതിൽ തുണിയില്ല. ഞാൻ ബ്ലൗസിൻ്റെ പീസ് ചെയ്യുന്നതാണ് പട്ട, ഇടുപ്പിലെ പട്ടയിൽ വെട്ടി വെച്ചേക്കും. ഇതിലത്തേക്ക് 1 മീറ്ററിന് തികയില്ല. അതിനിപ്പോൾ ബ്ലൗസിൻ്റെ തുണിയിൽ ഞാനൊരു പട്ട വെട്ടി വെച്ചേക്കും. അത് ഇതിൽ വെച്ച് തയ്ക്കാം. പട്ട വെച്ച് തയ്ക്കാം. പട്ട തയ്ക്കണം. ഇനി ഞൊറി എടുത്ത് കഴിഞ്ഞ് നമുക്കിനി ഈ പട്ട പാവടയിൽ തയ്ക്കാം. തയ്ക്കണത് ആദ്യം അതിൻ്റെ ഈ ഉളുമ്പ് ഒന്നും മടക്കി ഈ ഉളുമ്പിൽ ഒന്ന് ഒരു തയ്യൽ തയ്ച്ചോളാം. തയ്ച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് വെച്ച് തയ്ക്കാം. തയ്ക്കുമ്പോഴത്തേക്ക് ഇത് നല്ല വശമാണ്, തിളക്കമുള്ള വശമാണ് നമ്മൾ പുറത്ത് വരേണ്ടതാണ്. അതിൻ്റെ അകവശത്താണ് നമ്മൾ വെച്ച് തയ്ക്കേണ്ടത്. അകവശത്താണ് ഈ ഞൊറിഞ്ഞിടേണ്ട ആ പാവാടയുടെ അകവശത്ത് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഈ 2 അറ്റത്തും നമ്മൾ ഉളുമ്പ് മടക്കി അടിച്ചിട്ടുണ്ട്. ഈ സൈഡും ആ സൈഡും അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉളുമ്പ് നമ്മളിങ്ങനെ ഒരു മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശത്ത് തയ്ക്കാതെ ഇതിൻ്റെ അകവശത്ത് തയ്ക്കാം. ഇങ്ങനെ വെച്ച് പട്ട തയ്ക്കാം. മിച്ചമുള്ള തുണിയെ കട്ട് ചെയ്ത് കളയണം. ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ മടക്കി അതിൻ്റെ ഒരു തല ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് മടക്കി തയ്ക്കും. എന്നിട്ട് ഇനി ഇതിൻ്റെ ഉളുമ്പ് നമ്മൾ അകവശത്തുനിന്ന് നല്ല വശത്തോട്ടോട്ട് പട്ട തയ്ക്കണത്. ഇനി വന്ന് പട്ട വന്ന് മടക്കി നെയ്ത്തുളുമ്പുള്ള വശമാണെങ്കിൽ മടക്കണ്ട, നെയ്ത്തുളുമ്പില്ലാത്ത വശമാണെങ്കിൽ ഇങ്ങനെ വെച്ച് മടക്കി തയ്ക്കണം. ഒരു മടക്ക് മടക്കുക. ഇത് ബ്ലൗസിൻ്റെ ഈ പട്ട് പാവാടയുടെ ബ്ലൗസിൻ്റെ തുണിയുടെ പട്ടയാണ് ഞാൻ ഇതിൻ്റെ പാവാടയ്ക്ക് പട്ട വെച്ചേക്കുന്നത്. ബ്ലൗസ് പീസിൻ്റെ ഇതിൻ്റെ പട്ടയ്ക്ക് എടുത്തത്. പാവാടയുടെ തുണിയിൽ എനിക്ക് ഇല്ലയുണ്ട്. ഒരു മീറ്ററിന് പട്ട തയ്ക്കാനുള്ള തുണി അതാണ് ബ്ലൗസിൻ്റെ തുണിയിൽ തയ്ക്കാൻ. ഇനി ഇതിൻ്റെ പാവാട വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു തയ്യൽ 1/4 ഇഞ്ച് മാറ്റി ഒരു തയ്യലും കൂടെ തയ്ക്കും. അടിച്ചു വന്നാൽ ഇതിപ്പോൾ മാറ്റി ഒരു തയ്യൽ. ഇനി നമുക്ക് 2 തുണ്ടും കൂടെ ചേർത്ത് തയ്ക്കാം. ഈ 2 തുമ്പും കൂടെ ചേർത്ത് സൈഡ് തയ്ക്കാം. ഇട്ടിട്ടതൊക്കെ വേണം ചേർത്ത്.
മുമ്പ് ആദ്യം ഒന്ന് മുകളിലോട്ട് മടക്കണം. അത് കഴിഞ്ഞ് ഒരു മടക്കും കൂടെ മടക്കണം. പാവാടയുടെ തയ്യൽ കഴിഞ്ഞ് മുളകത്തേക്കാണ് കഴിഞ്ഞു. നമ്മളെ പട്ടു പാവാട റെഡിയായി. ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. അത്രയൊക്കെ തയ്ച്ച് മറിച്ച് പാവാട തയ്ച്ച് കഴിഞ്ഞ് മറിച്ചിടാം. പാവാട റെഡിയായി.